വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ മലയാളികൾ ദിവസം കഴിക്കുന്നൊരു പച്ചക്കറിയാണ് മത്തൻ. ഈ മത്തനിൽ ഒരുപാട് ആരോഗ്യ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളിൽ എത്ര പേർക്കറിയാം എന്തൊക്കെയാണ് ഈ ആരോഗ്യ രഹസ്യങ്ങളെന്ന്? അവ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി അറിയാം. മത്തൻ്റെ വിത്തിൻ്റെയും ഗുണങ്ങൾ, ആരൊക്കെ മത്തൻ കഴിക്കണം, എങ്ങനെ കഴിച്ചാൽ കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്ന് അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം. മത്തനിൽ അടങ്ങിയിരിക്കുന്ന പോഷകമൂല്യങ്ങൾ. വൈറ്റമിൻ എ, ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. വൈറ്റമിൻ സി, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. ഫൈബർ, ഇത് ദഹനത്തെ സഹായിക്കുന്നു. പിന്നെ പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, കുറഞ്ഞ കലോറി, കൂടുതൽ പോഷകങ്ങൾ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിലൊന്നാണ് മത്തൻ. അടുത്തത് കണ്ണിൻ്റെ ആരോഗ്യത്തിന്. മത്തനിലുള്ള ബീറ്റ കരോട്ടിൻ ശരീരത്തിൽ വൈറ്റമിൻ എ ആയി മാറുന്നു. ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു, നൈറ്റ് ബ്ലൈൻഡ്നെസ് തടയുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് മത്തൻ. അടുത്തത് ഹൃദയാരോഗ്യം. മത്തനിലുള്ള ഫൈബർ, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, ഇവ മൂന്നും ചേർന്ന് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അതുപോലെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് സാധ്യത കുറയ്ക്കുന്നു. അടുത്തത് മത്തൻ കഴിക്കുന്നതിലൂടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നു. കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നു. കുടലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് മത്തൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും മത്തൻ കഴിക്കുന്നത് ഒരുപോലെ നല്ലതാണ്. മത്തനിൽ ഫൈബർ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘനേരം വിശപ്പ് തോന്നിക്കുന്നില്ല. ഇതിലെ കലോറീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് മത്തൻ. ഡയറ്റ് ചെയ്യുന്നവർക്ക് മത്തൻ കറിയായിട്ടും തോരനായിട്ടും സൂപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് മത്തൻ. വൈറ്റമിൻ സി, അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സീസണൽ രോഗങ്ങൾ തടയുന്നു, ശരീരത്തിന് ശക്തി നൽകുന്നു. കുട്ടികളുടെ എല്ലുകളുടെയും പേശികളുടെയും വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് മത്തൻ. പംകിൻ സീഡിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് ഇത് വളരെ നല്ലതാണ്. ഉറക്കം മെച്ചപ്പെടുത്തുന്നു, ഹെയർ ഫോൾ കുറയ്ക്കുന്നു. വറുത്ത് ദിവസം അല്പം കഴിക്കുന്നത് നല്ലതാണ്. മത്തൻ നമുക്ക് തോരനായിട്ടും കറിയായിട്ടും സൂപ്പായിട്ടും പായസമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ മത്തൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അളവിൽ കൂടുതൽ മത്തൻ കഴിക്കാൻ പാടില്ല. പ്രമേഹ രോഗികളും അളവിൽ കൂടുതൽ മത്തൻ കഴിക്കാൻ പാടില്ല. അതുപോലെ പഴകിയ മത്തൻ ഒഴിവാക്കണം. നമ്മുടെ അടുക്കളയിലെ ഒരു സാധാരണ പച്ചക്കറിയായ മത്തൻ ആരോഗ്യത്തിൻ്റെ ഒരു വലിയ നിധിയാണ്. ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.